ശ്രീ ജേക്കബ് ജോർജ്, ഒരു വലിയ പ്രതിസന്ധിയാണ് LDF-ൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി മുൻകൈയെടുത്ത് CPI-യുമായി ചർച്ച നടത്തി. പക്ഷേ കാര്യമുണ്ടായില്ല. ധാരണാപത്രം റദ്ദാക്കുന്നത് കാണിച്ച് കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയക്കണം. ആ സ്റ്റെപ്പ് എടുത്താൽ ഞങ്ങൾക്ക് ഓക്കെ, അല്ലെങ്കിൽ ഈ നിലപാടിൽ നിന്ന് കടുകിട പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് CPI. ഈ വിഷയം എങ്ങോട്ട് പുരോഗമിക്കും? CPI-എമ്മിന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമാകുമോ? CPM-നെ ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. CPI-ക്ക് അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത്? രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ആശയപരമായ ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാവുന്ന അനിവാര്യമായ റിസൾട്ട് എന്ന് പറയുന്നത് പൊട്ടിത്തെറിയാണ്. പക്ഷേ ഇവിടെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കേണ്ട അഭിലാഷ്. ഞാനൊരു സിമ്പിൾ ചോദ്യം, ലഘുവായ ചോദ്യം ചോദിക്കാം. CPI എങ്ങോട്ട് പോകും? അല്ല, CPI-ക്ക് ഇടത് മുന്നണി വിടാൻ പ്ലാനില്ല. CPI എക്സ്ട്രീം സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ പരമാവധി മന്ത്രിമാരെ രാജിവെപ്പിച്ച് LDF-ൽ തുടരും. LDF-ൽ തുടരാം, അങ്ങനെ നല്ലതാണ്. 4 മന്ത്രിമാർ. അങ്ങനെയാണെങ്കിൽ തന്നെ CPI-ക്ക് ഒരു മുന്നണിയിൽ ഞങ്ങൾ ചേരുന്നില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, CPM പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് ഗവൺമെൻറ് ഉണ്ടാക്കട്ടെ, ഞങ്ങൾ മാറി നിൽക്കാം, പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും കൊണ്ട് കിട്ടും. ആരെങ്കിലും മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കും, യാതൊരു സംശയമില്ല. CPI-ക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ മുറുക്കി കെട്ടാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പഴയ കാലത്തൊക്കെ ഇപ്പോൾ CPI-എമ്മിൻ്റെയും CPI-യുടെയും ദേശീയ നേതൃത്വങ്ങൾക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നു. അന്ന് AB ബർദനും സുർജിത്തും ഒരു ചർച്ച നടത്തിയാൽ തീരുമായിരുന്നു, അതല്ലെങ്കിൽ അവിടെ ഒരു ഫോർമുല ഉണ്ടാവുമായിരുന്നു. ഇന്ന് നോക്കൂ, ഇപ്പോൾ MA ബേബി തന്നെയും അറിഞ്ഞിട്ടില്ല, CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെയും ഈ കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് എടുത്തത് അറിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ വിഷയം. 2, CPI-യെ സംബന്ധിച്ചും ഇപ്പോൾ D രാജയുടെയും അതുപോലെ തന്നെ CPI കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്, സംസ്ഥാന ഘടകം എന്ത് നിലപാടും എടുത്തോട്ടെ, അതിന് പിന്തുണ എന്നുള്ളതാണ്, വിട്ടുവീഴ്ച വേണ്ട എന്ന് അവരും പറയുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ ചർച്ച നടത്താനോ സമവായം ഉണ്ടാക്കാനോ ഉള്ള സ്കോപ്പ് പഴയതുപോലെ ഇപ്പോഴില്ല. കേരള ഘടകങ്ങളാണ് 2 പാർട്ടിയും സംബന്ധിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അല്ല, ഭരണത്തിലിരിക്കുന്നു എന്നതുകൊണ്ടാണ് CPI-യും CPM-ഉം പ്രധാന ഘടകങ്ങളാകുന്നത്. ഈ കേരളത്തിലെ ഭരണമില്ലെങ്കിൽ CPI-യും CPM-ഉം ഭരണമില്ലാത്ത അനേകം പാർട്ടികൾ ഒന്നായിട്ട് മാറുകയാണ്. അതാണ് അതിനകത്തെ അഭിലാഷ, അതിനകത്തെ രാഷ്ട്രീയം അതാണ്. ദേശീയ തലത്തിൽ BJP-യോടൊപ്പം പിടിച്ചു നിൽക്കാൻ, BJP-യുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ തക്ക ശക്തി, കരുത്ത്, രാഷ്ട്രീയ ശേഷി ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇന്നില്ല. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ലല്ലോ, പണ്ടത്തെ CPM-ഉം CPI അതായിരുന്നില്ലല്ലോ. ആ ശക്തി പോയിരിക്കുന്നു. ആ ശക്തി പോയിരിക്കുന്ന സാഹചര്യത്തിൽ അത്ര കണ്ട് ബലം പിടിക്കാനുള്ള ബലം CPI-ക്കുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഇത് ഒത്തുതീർപ്പാക്കേണ്ടത് CPM-നേക്കാൾ ആവശ്യം CPI-ക്കാണ്. ജേക്കബ് ജോർജ്, മണിക്കൂറുകൾ മാത്രമാണ്. നാളെയാണ് മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. രാവിലെ മന്ത്രിസഭാ യോഗം ചേരുന്നില്ല, 3:30 വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നു മന്ത്രിസഭാ യോഗം. അത് സമയം കിട്ടാനായിരിക്കുമല്ലോ, ടൈം ബൈങ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വരാൻ CPI-എം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ. അതനുസരിച്ച് അദ്ദേഹം നാളെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. അതായത് 3:30 മുമ്പ്, ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് സമവായ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയായി CPI കാണുമോ, അതോ കടുംപിടുത്തത്തിൽ തുടരുമോ? എവിടെ ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാവുമെന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഞാനും പ്രതീക്ഷിക്കുന്നത് ഇതൊരു സമവായത്തിലേക്ക് നീങ്ങൂ, ഒരു സമവായത്തിലേ ഇത് അവസാനിക്കൂ. കാരണം 2 കൂട്ടർക്കും ഏറ്റുമുട്ടാനുള്ള ശക്തിയില്ല, ഏറ്റുമുട്ടാനുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന്. ഒരു കാരണവശാലും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുകയില്ല, തീ കത്തത്തില്ല, ഒരു തീപ്പൊരി പോലും ഉണ്ടാവുകയില്ല. നാളെ അതിനകത്ത് സറണ്ടർ നമ്മളൊക്കെ പറഞ്ഞല്ലോ, CPI കീഴടങ്ങി, മാതൃഭൂമിയൊക്കെ 1-ാം പേജ് വാർത്ത കൊടുക്കും, CPI കീഴടങ്ങി എന്നൊക്കെ കൊടുക്കും. അല്ല, ഇരുകൂട്ടരും ഓരോ പടി താഴേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലേ വഴി. ഇറങ്ങിക്കോട്ടെ. ഒത്തുതീർപ്പിന് എൻ്റെ അഭിലാഷേ, നമ്മൾ ഈ മേശപ്പുറത്തിരുന്ന് വർത്താനം പറഞ്ഞാൽ, ഒരു മേശപ്പുറത്തിരുന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ വഴങ്ങും. ഒരു മേശപ്പുറത്ത് സമവായ ചിന്തയോടുകൂടി ഇരുന്ന് വർത്തമാനം പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഈ 2 പാർട്ടികളുടെയും നേതാക്കളാണ്. CPI ഇച്ചിരി പരിധി വിട്ടു പോയി, പക്ഷേ എവിടെ പോയാലും CPIക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം രാഷ്ട്രീയമായ നിലനിൽപ്പാണ് പ്രശ്നം. ആ നിലനിൽപ്പിന് വേണ്ടി CPIക്ക് മടങ്ങി വന്നേലേ പറ്റൂ. അതെപ്പോൾ, എവിടെ വരെ എന്നുള്ളത് നാളെ അറിയാം.